സാധനകൾ ചെയ്യുന്നത് മുഖേന, പ്രാർത്ഥന മുഖേന തീർച്ചയായിട്ടും അൺനെസസറി ആയിട്ടുള്ള എൻറ്റിറ്റി അറ്റാക്കിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സോൾസിൻ്റെ അറ്റാക്കിൽ നിന്നുമൊക്കെ നമുക്ക് സംരക്ഷണം നൽകി. തമാശ രൂപത്തിൽ വിട്ടു, എന്നാൽ ഇപ്പോൾ തമാശയല്ല, സമൂഹത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് യൂസേജിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ ചുറ്റിനും വരുന്ന കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മൾ തേജോവധം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിന് തിരിച്ച് വരിക എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫിക്കൽട്ടാണ്. പോർട്ടൽ ഓപ്പണിങ് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഈ പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ മറ്റൊരു മെക്കാനിസമാണ്. അതേസമയം സ്പിരിച്വലി ഊർജ്ജതലത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും സ്റ്റേബിളായിട്ട് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അവരുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആർജവം അവർക്കുണ്ട്. സാധനകൾ ചെയ്യുന്നത് മുഖേന, പ്രാർത്ഥന മുഖേന തീർച്ചയായിട്ടും അൺനെസസറി ആയിട്ടുള്ള എൻറ്റിറ്റി അറ്റാക്കിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സോൾസിൻ്റെ അറ്റാക്കിൽ നിന്നുമൊക്കെ നമുക്ക് സംരക്ഷണം നൽകി. ആ സംരക്ഷണമാണ് ഇത്തരത്തിലെ സബ്സ്റ്റൻസിൻ്റെ യൂസേജ് മൂലം നഷ്ടപ്പെടുന്നത്. പിന്നെ അതവരെ ഹോണ്ട് ചെയ്യും. ആ ഹോണ്ടിങ് കുടുംബജീവിതത്തിലും താളപ്പിഴകൾക്ക് കാരണമാകും. ആരോഗ്യത്തിൻ്റെ കേസിൽ ഡിഫിക്കൽറ്റി ഉണ്ടാകും. അതുകൂടാതെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകൾക്ക് ഇവരുമായിട്ട് യാതൊരു തരത്തിലും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഇവർക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജോലി റിസൈൻ ചെയ്യും, എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ ദിവസങ്ങളോളം മുറിയിൽ കതകടച്ച് വെറുതെ ഇരിക്കും. അതിനെ നമ്മൾ ഈ മെഡിക്കൽ ടേംസിൽ ഡിപ്രഷൻ എന്ന് പറയും. ഡിപ്രഷൻ്റെ ആണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും അൾട്ടിമേറ്റ്ലി മെഡിസിൻസ് ഒക്കെ കൊടുക്കാം. ഇതൊക്കെ കൊടുത്ത് എന്താ ചെയ്യുന്നത്? ബ്രെയിൻ്റെ കൺട്രോള്, അതിൻ്റെ ആക്ടിവിറ്റീനെ ഒന്നുകിൽ സപ്രസ് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്നിട്ട് ഒരു ഉപദേശവും യൂഷ്വലി നമ്മൾ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്നത് എന്താ? ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് തുടക്കം മുതലേ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് സബ്സ്റ്റൻസ് അഡിക്ഷൻ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഓറയിലേക്കും നിങ്ങളുടെ ചക്രാസിലേക്കുമൊക്കെ ഈവിൾ സ്പിരിറ്റ്സ് കടന്നു കൂടും. അതല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി നൽകി അത് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവണം. പക്ഷേ സാധാരണഗതിയിൽ അതൊക്കെ വളരെ പാടാണ്. ചുരുക്കം ആളുകൾക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. എല്ലാവർക്കും ഒന്നും അത് പോസിബിൾ ആവത്തില്ല. കാര്യം ഈ ക്ലെൻസിങ് പ്രോസസ്സ് തന്നെ ഭയങ്കര എക്സ്ട്രീം കോംപ്ലക്സ് ആണ്. അത് ക്ലെൻസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവരുടെ ഊർജം ഈ ആളെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന എൻറ്റിറ്റീസിൽ നിന്ന് ഇവരെ സെപ്പറേഷൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്ലെൻസിങ് പ്രോസസ്സ് മുഖേന ആരാണോ ചെയ്യുന്ന ആളുടെ ഊർജ്ജം അവിടെ കംപ്ലീറ്റ്ലി ലോസ് ആവുകയാണ്. ഈ ആളെ ഹീൽ ചെയ്യാനായിട്ടാണ് ലോസ് ആവുക. അവരും അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൊട്ടക്ഷനൊന്നും ഇല്ലാതെ ഒരിക്കലും ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ആരും ഏറ്റെടുക്കുകയല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ പറഞ്ഞു, മാം ഒരു എക്സോസിസം ചെയ്യുന്ന ആളെ അറിയുകയില്ല, പറഞ്ഞു തരാമോ, എവിടെയാണെന്നറിയത്തില്ല എന്നൊക്കെ പറയും. സ്വയം കണ്ടുപിടിക്കുക എന്ന് മറുപടി സാധാരണ പറയാറുള്ള കാര്യം എനിക്കും അറിയത്തില്ല. ഒരു പക്ഷേ ബാക്കിൽ നേരത്തെ ആരിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഹൈലി ഡേഞ്ചറസ് ആണ്. ദയവ് ഇത് പേരൻസും ശ്രദ്ധിക്കുക. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ കേസ് പറഞ്ഞതാണ്, പക്ഷെ അന്ന് അത് ഒരു തമാശ രൂപത്തിൽ വിട്ടു. എന്നാൽ ഇപ്പോൾ തമാശയല്ല, സമൂഹത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ യുവർ വൈബ് ഈസ് യുവർ ട്രൈബ് ആൻഡ് യുവർ ട്രൈബ് ഈസ് യുവർ വൈബ്. നിങ്ങളുടെ ഊർജ്ജം നല്ലതാണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളും നിങ്ങൾ സംസാരിക്കുന്ന ആളുകളും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ കൊളീഗ്സും ഒക്കെയും വളരെ സപ്പോർട്ടീവായിട്ടുള്ള സോൾ ഗ്രൂപ്പാണ്. ഹാപ്പിനെസ്സാണ്, സന്തോഷമാണ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ, ഒരു ബ്ലിസ്സാണ്. അല്ലാതെ വേറെ എക്സ്ട്രസ് ഇടുന്ന ആവശ്യമില്ല. അതേസമയം നിങ്ങൾ ഈ പറയുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് സ്റ്റേജിലേക്ക് പോകുന്നതിന് പകരം എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് യൂസേജിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ ചുറ്റിനും വരുന്ന കൂട്ടുകാർ ഇത് യൂസ് ചെയ്യുന്നവരാകും. അല്ലേ? അതെ, യൂസ് ചെയ്യുന്നവരേ ഉള്ളൂ. അങ്ങനെ ഒരാളായി, രണ്ടാളായി, മൂന്നാളായി, നാലാളായി, അഞ്ചാളായി ആ ഗ്യാങ് അങ്ങ് വലുതാവുക. രക്ഷപ്പെടാൻ പറ്റുമോ? ദെൻ ഇറ്റ് ബിക്കംസ് ലൈക്ക് എ ലൂപ്പ്. നിങ്ങൾ ആ ലൂപ്പിൽ പെട്ടുപോയി, ആ കുഴിയിൽ പെട്ടു. ഉപയോഗിക്കാത്തവനുണ്ടെങ്കിൽ അവനെ പരിഹസിക്കും. അയാളെ കഴിവില്ലാത്തവനാണ്, അല്ലെ ഇടാളിയാവുന്ന ട്രൈ ചെയ്ത് നോക്ക്.
അതൊക്കെ വളരെ സിമ്പിളാണ്. വേറെ ലോകത്ത് പറക്കാം. പക്ഷേ പറക്കൽ എന്നേക്കുമായിട്ടുള്ള പറക്കലായി പോകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മൾ തേജോവധം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിന് തിരിച്ച് വരിക എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫിക്കൽട്ടാണ്. ഞാൻ ഇതിനൊപ്പം ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ലഹരിയുമൊക്കെ ബന്ധപ്പെട്ട്, മദ്യപാനമൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സാത്താൻ സേവ എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി വല്ലാതെ ചർച്ച നടന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് പല കൊലപാതകങ്ങളിലും ഈ പറയുന്ന സാത്താൻ സേവയ്ക്ക് എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടോ എന്നൊക്കെ ആളുകൾ വല്ലാതെ സംശയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേഡൽ ജിൻസൻ്റെ അയാൾ നടത്തിയ കൊലപാതകം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് സ്വന്തം അച്ഛനെ കഴുത്തറത്ത് കൊന്നൊരു മകൻ്റെ കേസുമൊക്കെ ബന്ധപ്പെട്ട് അയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇതിലൊക്കെ ഈ ലഹരി, ഈ രാസലഹരിയും അതുപോലെ തന്നെ അഡിക്ഷൻസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ ഇത്തരത്തിലെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഈവിളായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ലഹരിക്ക് വലിയ സ്വാധീനമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞത്. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ. ഓപ്പോസിറ്റ് കേസ് എന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള പ്രാർത്ഥനാ രീതികളും സിസ്റ്റവും ഒക്കെ ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇന്ന കർമ്മങ്ങളുണ്ട്, അതിൻ്റെ ആചാരങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റമൊക്കെ അവർക്കും ഉണ്ട്. ഐ ബിലീവ് സോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ എന്താ പറയുക, രക്തം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ട് വരുന്നത്. ഫർദർ എക്സ്പ്ലനേഷൻ നൽകാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ വളരെ വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യേണ്ടാത്തത് കൊണ്ടും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കത്തില്ല. എന്നാൽ ഇതൊരു പോർട്ടൽ ഓപ്പണിംഗ് സിസ്റ്റമാണ്. കേട്ടിട്ടുണ്ടോ? പോർട്ടൽ ഓപ്പണിംഗ് കേട്ടിട്ടുണ്ടോ? പോർട്ടൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറ്, ആ ഡോറിൽ കൂടെ നല്ല മനുഷ്യർക്കും ചീത്ത മനുഷ്യർക്കും കടന്നു വരാം. നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈനായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ദേവതകൾക്കും മാലാഖമാർക്കും ഒക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലാത്ത ആളുകൾക്കും കണക്ട് ചെയ്യാം. അതേസമയം ഈ അൺനെസസറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസേജ് വരുമ്പോഴും അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴും നിങ്ങൾ അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുക. ആ പോർട്ടലിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? ഈ നെഗറ്റീവ് എൻറ്റിറ്റീസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് പല ആളുകളും മെസ്സേജ് അയക്കുന്നതിൽ എബ്രോഡ് എന്നുള്ളവരൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ അങ്ങാണ്ട് കൺട്രി കോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് UK ആണ്. അവിടുത്തെ ഒരാൾ, ഒരു ഫീമെയിൽ, അവർ ചോദിച്ചിരിക്കുന്നത് തന്നെ അവർ ഈവിളുമായിട്ടാണ് കണക്ട് ചെയ്തു പോയത്. അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞു. ഞാനതിന് റിപ്ലൈ ഇടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. കാര്യം ആ മെസ്സേജ് തന്നെ ഹൈലി ചലഞ്ചിങ് ആണ്, നമ്മൾക്ക് പോലും ബാധിക്കും. കാര്യം അവർ ഏത് എൻറ്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഈവിളെന്ന് പറയുന്നതിൽ തന്നെ പലതുണ്ട്. നമുക്ക് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം മറ്റൊരു എൻറ്റിറ്റിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവരായിട്ട് ഇൻവോക്ക് ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ രക്ഷാമാർഗം അവർ തന്നെ കണ്ടെത്തണം. അവർക്ക് സമയമാവട്ടെ. കാര്യം ഒന്നാമത്തെ കേസ് എക്സോസിസം എനിക്കറിയില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ കോണ്ടാക്റ്റ് ചെയ്യൂ, അതായിരിക്കും നല്ലത്. പോർട്ടൽ ഓപ്പണിങ് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഈ പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ മറ്റൊരു മെക്കാനിസമാണ് ഓജോ ബോർഡ്. അതിനെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞ ഫർദർ എക്സ്പ്ലനേഷൻ തരത്തില്ല എന്നുള്ളത്. കാര്യം ഈ പോർട്ടൽ ഓപ്പണിംഗ് ആണ് ഇതെല്ലാം. പല മെത്തേഡ്സ് ഉണ്ട്. ഡ്രഗ്സ്, നിങ്ങൾ ഈ പറഞ്ഞ ഈ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബലം, ബോഡിക്ക് വളരെ വലിയൊരു ബലം, പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അധിക്ഷേപ മനോഭാവമുണ്ട്.
പ്രത്യേകിച്ച് ഈ സ്പിരിച്വൽ മാറ്റേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ. പിന്നെ അഗ്രഷനാണ്, അഗ്രസീവായിരിക്കും. അഗ്രസീവ്. 3-4 ദിവസം തുടർച്ചയായി നിന്ന് തുള്ളാനുള്ള ഫലമുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഴും. ആ വീഴ്ചയിൽ നിന്ന് എണീക്കാൻ വലിയ പ്രയാസമാണ്. അതേസമയം സ്പിരിച്വലി ഊർജ്ജതലത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും സ്റ്റേബിളായിട്ട് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അവരുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആർജവം അവർക്കുണ്ട്. കരയാം, മണിക്കൂറുകളോളം കരയണം. അതൊരു വലിയ കാര്യമാണ്. അല്ലാതെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര ശക്തനാണെന്ന് കാണിച്ച് അല്ലെങ്കിൽ എന്നെ ഇതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല, ഐ എം ഹൈലി സുപ്രീം, അതൊന്നും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇരുന്ന് കരയുക. പക്ഷെ അവിടെയും ഒന്ന് നന്നായിട്ടിരുന്ന് കരയുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് പറയും കരയല്ലേ എന്ന് പറയും. നേരെ തിരിച്ച് ഇപ്പോൾ ആളുകൾ അവൾ കരഞ്ഞോട്ടെ അല്ലെങ്കിൽ അവൻ കരഞ്ഞോട്ടെ എന്ന് പറയുന്ന രീതിയിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോകണം, കരയണം. അല്ലെങ്കിൽ തന്നെയെങ്കിലും ഇരുന്ന് കരയണം. മനസ്സിലായില്ലേ?